സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ ബിക്കോസ് സാറ് പറഞ്ഞ് ഞാനൊരു ശിശുവാണെന്ന്. ശരിയാണ്, പ്രായത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി വലുതായിട്ടുള്ളൂ. ഇനി നമ്മൾ ഒരുപാട് കാലം കാണേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കണ്ടതല്ലേ പറയാൻ പറ്റൂ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ശരി തന്നെയാണ് രാജ്കുമാർ പറഞ്ഞത്. അവിടെ 2009 AK ആന്റണിയാണ് ഉള്ള സമയത്ത് ഓസ്കാർ ഫെർണാണ്ടസ് ഔട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് 4-5 കൊല്ലമെടുത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ടെമ്പററി രീതിയിലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ. അതിനകത്തൊന്നുമില്ല. പക്ഷെ 2 പ്രാവശ്യം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തതല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം എന്ന് പറയാനില്ല. അത് വ്യക്തമായ ധാരണയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ നമുക്ക് വന്ന വീഴ്ച തന്നെയാണ്. ആ വീഴ്ചകൾ മാറ്റേണ്ടത് ആവശ്യമാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ MLA, ഇവിടുത്തെ MP, ഇവർക്കൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ എനിക്ക് എന്ത് വേണം എന്നറിയിച്ച് നേടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെല്ലാം ചെയ്യുന്നത് എന്തെന്നറിയോ? അവിടുന്ന് വല്ലതും കിട്ടിയത് നമ്മുടെയാണെന്ന് പറയും, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കും. നിങ്ങളെല്ലാം കൂടെ ചേർന്ന് കമ്പൈൻ ചെയ്ത് വികസനം ഉണ്ടാക്കിയാണ് വേണ്ടത്, മത്സരിക്കുകയല്ല വേണ്ടത്. നാടിൻ്റെ വികസനമാണ് വേണ്ടത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നാടിൻ്റെ വികസനം നടക്കാത്തതിൻ്റെ കാരണം മത്സര ബുദ്ധിയോടെ ഓരോന്നും എൻ്റേതാണെന്ന് പറഞ്ഞ് നശിപ്പിക്കുന്ന പ്രവണതയാണ് ഈ നാട്ടിലുള്ളത്. നമുക്ക് വേണ്ടത് നമുക്ക് നല്ല ആരോഗ്യം, നല്ല വിദ്യാഭ്യാസം, എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യം, അത് കൊല്ലത്തിനുണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളോട് വാദിച്ച് ജയിക്കാനുള്ള വാക്ചാതുര്യം ഈ മാഡം പറയുന്ന കണക്കോ സാറ് പറയുന്ന കണക്കോ വഴക്കുണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ തുടക്കക്കാരനാണ്. ഇനി എൻ്റെ അടുത്ത് തിരിച്ചൊന്നും പറയുകയും ചെയ്യരുത്. എനിക്കൊന്നും അറിയില്ല. അപ്പോൾ വളരെ ചൂടേറിയ ചർച്ചയായിരുന്നു.